ഹലോ, വെൽക്കം ബാക്ക് ടു. അപ്പം നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മളുടെ അകത്തെ മനുഷ്യൻ്റെ ശുദ്ധീകരണം എന്നുള്ള ഒരു മെയിൻ വിഷയത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ആരാധനയുടെ തലത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എന്താണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു ഭൗതിക മനുഷ്യനിൽ നിന്ന് ആത്മീയതലത്തിലേക്ക് ദൈവം എങ്ങനെയാണ് പടിപടിയായി ഉയർത്തിയത്, പുതിയ നിയമം അതായത് പഴയ നിയമ ആരാധന പുതിയ നിയമ ആരാധന തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു, അതിൻ്റെ കാലഘട്ടം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അതോട് ബന്ധത്തിൽ ഭൗതികമായിട്ടും അത് ആത്മീയതയിലേക്ക് ദൈവം കൊണ്ടുവന്നതായ അനവധി കാര്യങ്ങളെ ആ ഘട്ടങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അവസാനമായിട്ടുള്ളൊരു പോയിന്റിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ദൈവിക ആരാധന എന്ന് പറയുമ്പോൾ അത് ഒരു ഭൗതികത്തിൽ നിന്ന് ഉയർത്തിയത്, അതായത് ഒരു ഭൗതിക തലത്തിൽ നിന്ന് ഭൗതിക കാഴ്ചപ്പാടിൽ നിന്ന് ദൈവം ഒരു മനുഷ്യനെ അവരുടെ ഹൃദയത്തിൽ വസിക്കാൻ തക്കവണ്ണം അവിടെ ആരാധന തുടങ്ങുകയാണ്. അവിടെ ആ ഒരു മനുഷ്യൻ്റെ പൂർണ്ണത, ദൈവത്തിലേക്കുള്ള ആ ഒരു ബന്ധം, ആ തിരികെ ദൈവത്തിന് കിട്ടേണ്ട ആ മഹത്വം അതെങ്ങനെയാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ ഒരു ആരാധനയുടെ തലത്തെ, അതെല്ലാം നമ്മൾ അതിൻ്റെ വിശദീകരിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. നമ്മളിന്ന് നോക്കുമ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ എന്താണ് ദൈവത്തിൻ്റെ ആ ഒരു നിത്യമായ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആത്മാവ് സത്യത്തിലും ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ 24, അതായത് നമുക്ക് ഭൂമിയിൽ തന്നിരിക്കുന്ന ഒരു സമയമാണ് 24 മണിക്കൂർ എന്നുള്ളത് ഒരു ദിവസത്തിൽ. ആ 24 മണിക്കൂറും നമ്മൾ ആത്മാവിലും സത്യത്തിലും ആയിരിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം, അതായത് ദൈവത്തിൻ്റെ ആ ഒരു ഉദ്ദേശത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ, അല്ലെങ്കിൽ അപ്രകാരം മനസ്സിലാക്കുന്ന ഒരു ജനത്തെ വാർത്തെടുക്കുവാൻ, അവിടെയാണ് ദൈവത്തിൻ്റെ നിത്യമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു ഭാഗത്ത് നമ്മൾ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. പിന്നെ അതുപോലെ തന്നെ അതിനെ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് ഒരു പ്രാകൃത മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഭൗതിക മനുഷ്യനിൽ നിന്ന് ഒരു ആത്മീക മനുഷ്യൻ, അതായത് ഒരു മനുഷ്യനെ സൃഷ്ടിപ്പാൻ ദേഹം ദേഹി ആത്മാവ് എന്നുള്ള ഒരു ഘട്ടത്തോടെയാണ്. അതായത് അവനിൽ ഭൗതികവുമുണ്ട് ആത്മീകവുമുണ്ട്, അവനിൽ തന്നെ, ഒരു മനുഷ്യനിൽ തന്നെ. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ കാണുമ്പോൾ അതൊരു ഭൗതിക മനുഷ്യനാണ്. അവൻ്റെ ഹൃദയത്തിനകത്ത്, അതായത് ആന്തരികം അല്ലെങ്കിൽ ആത്മാവ്, ദൈവം മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവൻ്റെ ആത്മാവിനെ കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭൗതികം എന്നുള്ളതിൽ നിന്ന് ഒരു ആത്മീയതയിലേക്ക് എന്നുള്ള ആ ഒരു മനുഷ്യൻ്റെ ഒരു വ്യത്യാസത്തെയാണ് ദൈവം അവിടെ ഉയർന്നത്. അപ്പം ആ ഭൗതികമായ മനുഷ്യൻ എങ്ങനെയാണ് ഒരു ആത്മീയമായ തലത്തിലേക്ക് വരേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആത്മീയ മനുഷ്യൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഭൗതിക കാര്യത്തിൽ പ്രാധാന്യമുണ്ടോ, അല്ലെങ്കിൽ ഭൗതിക മനുഷ്യൻ എന്താണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ ചിന്തിച്ചത്. അതോടൊപ്പം തന്നെ ആരാധന എന്നുള്ളൊരു വാക്കിൻ്റെ പ്രോസ്കിനിയോ എന്നുള്ള ഒരു ഗ്രീക്ക് അല്ലെങ്കിൽ ആ ഒരു വാക്ക് നമ്മൾ പൂർവ്വകാലങ്ങൾ, അതായത് ഒരു തുടക്കം മുതലേ നമ്മൾ പഴയ നിയമം എടുത്ത് നോക്കുമ്പോൾ കാലഘട്ടത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ആ ഒരു കാര്യം, ഒരു ആരാധന അല്ലെങ്കിൽ സമർപ്പണം എന്നുള്ള കാര്യം നമുക്ക് തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ മുതൽ തന്നെ ദൈവത്തെ നമസ്കരിക്കുക, ആത്മസത്യത്തിലും ആയിരിക്കുക എന്നുള്ള ഒരു നമസ്കാരം അവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ദൈവത്തിനേക്കുള്ള ആ ഒരു സമർപ്പണം പൂർണ്ണമായി നമ്മൾ അർപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആരാധന, അല്ലാതെ ശരിക്കും പറഞ്ഞാൽ പഴയതിൽ ഭൗതിക യാഗങ്ങളായിരുന്നു. ഇന്ന് നമ്മളെ തന്നെയാണ് യാഗമായിട്ട് സമർപ്പിക്കേണ്ടത് ദൈവത്തിന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആരാധനയുടെ പ്രാധാന്യത്തെയാണ് വാക്കുകൾ കൊണ്ട് പഴയ നിയമം മുതൽ, അല്ലെങ്കിൽ ആ ഒരു ആത്മീയ തലത്തിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടിയാണ് ദൈവം ഇതുപോലെ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ നമസ്കരിക്കുക, അല്ലെ ദൈവത്തെ ആത്മാവിലും അന്ന് ഒരു സമയമുണ്ടായിരുന്നു, കാലഘട്ടം, ആ കാലഘട്ടത്ത് ഒരു ദിവസത്തെ തിരഞ്ഞെടുത്തിരുന്നു, ഒരു സമയമുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം എന്താണ്, ഒരു മനുഷ്യന്റെ മനസാക്ഷിയിൽ പൂർണ്ണമായിട്ടുള്ള ഒരു തൃപ്തി
ഭക്തി അല്ലെങ്കിൽ ആ ഒരു ആരാധന എന്ന് പറയുന്നത് പൂർണ്ണമല്ലായിരുന്നു. അത് തികച്ചും ചിലപ്പോൾ ആചാരം പോലെ ചെയ്തു പോവുക, ഉത്സവങ്ങള് അപ്രകാരം, അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കുമല്ലോ എന്നുള്ളതിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന കാര്യങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു ഭൗതിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ സ്വന്തം ഹൃദയത്തിൽ ഇഷ്ടപ്രകാരമാണ് ദൈവത്തെ സേവിക്കുന്നത്. അപ്പോൾ അവന്റെ ഹൃദയത്തിൽ നിന്ന് അവൻ ചെയ്യുമ്പോൾ അവനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇനി ഞാനല്ല ക്രിസ്തുവിനിൽ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു മനോഭാവത്താൽ അവനെ തന്നെ താഴ്ത്തുകയാണ്. അവിടെ ക്രിസ്തുവിനെ അവൻ ഉയർത്തുകയാണ്. അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ വന്ന് വസിക്കുന്നു. ഒരു ആത്മീയ മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുകയാണ് ദൈവം. അപ്പോൾ ആ ഒരു ഉയർച്ച അല്ലെങ്കിൽ ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു ആരാധനയുടെ പ്രാധാന്യം എന്താണ്, ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളിൽ ഇന്ന് ആയിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഭൗതികത്തിൽ നിന്നുള്ള ആ ഒരു ത്തിന്റെ വ്യത്യാസം അല്ലെങ്കിൽ ഭൗതികവും ആത്മീയവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പരമപ്രധാനമായിട്ട് നമ്മൾ നോക്കിയത്. അതുപോലെ തന്നെ നമ്മൾ പഴയ നിയമം നോക്കുവാണെങ്കിൽ ഒരു ദേവാലയം അല്ലെ, അതൊരു ഭൗതികമായിട്ടുള്ളൊരു പണിയായിരുന്നു. പക്ഷെ ഇന്ന് ദേവാലയം നമ്മുടെ ഹൃദയമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. അപ്പൊ ദൈവം നമ്മുടെ ഹൃദയത്തിലാണ് വന്ന് വസിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക സമയത്തോ അല്ലെങ്കിൽ പ്രത്യേക ഒരു തിരുനാളോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലമോ ഒരു അങ്ങനെ ഒരു ജനം പങ്കെടുത്തു എന്ന് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അവൻ എല്ലാ സമയവും ആത്മാവിലുമാണ് സത്യത്തിലുമാണെന്നാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അവർ ശുശ്രൂഷകൾ ചെയ്യാൻ കൂടി വന്നു. ആഴ്ചയുടെ 1-ാം ദിവസം അപ്പോഴും അവർ ആത്മാവിൽ സത്യത്തിലാണ്. ആ ശുശ്രൂഷകൾ കഴിഞ്ഞ് അവർ മടങ്ങി പോകുമ്പോഴും അവർ ആത്മാവിൽ സത്യത്തിലാണ്. അവരവരുടേതായ മേഖലകളിൽ ഭൗതിക മനുഷ്യന് വേണ്ട ആഹാരം കഴിക്കുമ്പോഴും ഭൗതിക മനുഷ്യന് വേണ്ട വേലകളെല്ലാം ചെയ്യുമ്പോഴൊക്കെയും അവൻ ആത്മാവിലും സത്യത്തിലുമാണ്. അതാണ് ഒരു പുതിയ നിയമതലത്തിലേക്കുള്ള ആരാധനയുടെ ഉയർച്ചയെ നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെ ഒരു ഭൗതിക മനുഷ്യനില്ല പിന്നീട്, അതെല്ലാം തികച്ചും ആത്മീകമാണ്. അവൻ ഭൂമിയിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും അവന് ഇരുത്തിയിരിക്കുന്നത് സ്വർഗത്തിലാണ്, ഉയരത്തിലുള്ളതാണ് അവൻ ചിന്തിക്കുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയാണ് ശരിക്കും പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ശുശ്രൂഷകൾ ചെയ്യുന്ന കാര്യങ്ങള് നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ഭൗതിക വസ്തുക്കളാണ്. പക്ഷെ ഇന്നെന്ന് പറയുന്നത് എല്ലാം ആത്മീയ വസ്തുക്കളാണ്. അതായത് ആത്മീയ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അവന്റെ ഹൃദയം, പരമപ്രധാനമായിട്ട് അവന്റെ ഹൃദയം എന്ന് പറയുന്നത് അവനവന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ, ഭൗതികമായ മനുഷ്യന്റെ എല്ലാ സ്വഭാവങ്ങളെയും മാറ്റി ആത്മീയമായ സ്വഭാവങ്ങൾ അവന്റെ ഒരു പൊതു അവന്റെ സംസാരത്തിൽ, അവന്റെ കാഴ്ചപ്പാടിൽ, അവന്റെ പ്രവൃത്തിയിൽ എല്ലാം എന്താണ് ദൈവത്തിന്റെ ഒരു സ്വഭാവം അവൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ സ്വഭാവത്തിൽ അവൻ വളരുന്നു. ഒരു ദൈവികമായ ചിന്ത, സ്നേഹവും മറ്റുള്ളവരെ കരുതുന്നത്, ശുശ്രൂഷകൾ ചെയ്യാൻ അവന്റെ തയ്യാറെടുപ്പ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവന്റെ ശരീരം എന്ന് പറയുന്നത് എപ്പോഴും ജീവനും വിശുദ്ധിയും, അതായത് ഒരു ജീവനുള്ളതും വിശുദ്ധിയുമായിട്ടുള്ള യാഗമായിട്ട് അർപ്പിക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ അവനെ തന്നെ സമർപ്പിക്കുന്ന ഒരു സ്വഭാവം, അതാണ് പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തിലൊക്കെ നോക്കുമ്പോൾ ജനങ്ങള് അവിടെ ശുശ്രൂഷകൾ ചെയ്തു പോകുന്നു, പുരോഹിതൻ യാഗം അർപ്പിക്കുന്നു, അങ്ങനെയുള്ള ഒരു വ്യത്യസ്തം ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സമയം കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ ഓരോ വ്യക്തിയും ഇന്ന് പുരോഹിതനാണ്. അത് ആണ് പെണ്ണ് എന്നുള്ളൊരു വ്യത്യാസമില്ല, അവിടെ ജാതിയുടെ വ്യത്യാസമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു ഐക്യത, അതും നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ നിയമ ആരാധനയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു വ്യത്യസ്തമായി നമുക്ക് കാണാൻ, നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റുവാൻ, നമ്മൾ ഇന്ന് സ്വർഗത്തിലാണ് നമ്മൾ ഇരുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ മുഖം കണ്ട് ആരാധിക്കുന്ന ഒരു ആത്മീക മനുഷ്യനാണ് നമ്മൾ ഇന്ന്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നമ്മളും ജീവനുള്ള കല്ലുകളായിട്ട് അവന്റെ മന്ദിരത്തിലെ ഓരോ കല്ലുകളാണ്. അപ്പോൾ അതെല്ലാം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് നമുക്ക് ഇന്ന് പുതിയ നിയമത്തിലെ പുതിയ നിയമ ആരാധനയിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോ സംഗീതം അല്ലെങ്കിൽ വാദ്യോപകരണങ്ങൾ, ഇപ്പോ ശരിക്കും പറഞ്ഞാൽ അതും ദൈവത്തിന് പ്രസാദകരമാണ്. അപ്പൊ അത് ഉപയോഗിക്കാതിരിക്കുക, അതെല്ലാം മനുഷ്യന്റെ തെരഞ്ഞെടുപ്പാണ്. അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ പഴയ നിയമത്തിലാണെങ്കിൽ പല കാര്യങ്ങളും ചെയ്യരുത് എന്നുള്ള ഒരു
ഒരു പരിധി അവിടെ ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾക്ക് ചെയ്യാൻ പാടില്ല, അത് ചെയ്താൽ മരണം വരെ സംഭവിക്കും. പക്ഷെ ഇന്ന് പുതിയ നിയമത്തിൽ തിരിച്ചും അത് വ്യത്യസ്തമാണ്. പുതിയ നിയമത്തിൽ നമുക്ക് എന്താണ് 100% ഒരുവൻ ക്രിസ്ത്യൻ, അവൻ സ്വതന്ത്രനാണ്. അവനിൽ പിന്നെ അവൻ പക്ഷെ സ്വതന്ത്രമുണ്ട് താനും പാപമൊഴികെ, പാപത്തിന്റെ ചിന്ത ഒഴികെ ബാക്കി എല്ലാത്തിലും അവന് തെരഞ്ഞെടുപ്പുകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഭൗതിക മനുഷ്യനിൽ നിന്ന് അവൻ തികച്ചും വ്യത്യസ്തമായിട്ട് ദൈവത്തിനു വേണ്ടി അവൻ ഒരു സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറുകയാണ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ ദുഷ്ചിന്തകൾ അല്ലെങ്കിൽ മാനുഷിക ചിന്തകൾ, ദുർനടപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അത് നീക്കം ചെയ്യണം. അത് ഒരു ഭൗതിക മനുഷ്യന്റെ സ്വഭാവങ്ങളാണ്. ഒരു ആത്മീകം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിശുദ്ധിയുള്ളൊരു ഹൃദയം, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു ഹൃദയം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ മുതൽ എന്താണ്, അവൻ ക്രിസ്തുവിന്റെ സ്വഭാവം അവിടെ ഉയർത്തുകയാണ്. അതായത് ക്രിസ്തുവിനെ തന്നെ പ്രദർശിപ്പിക്കുകയാണ്. മറ്റൊരു വ്യക്തി നോക്കുമ്പോൾ ക്രിസ്തുവിനെയാണ് കാണുന്നത് അവിടെ, ക്രിസ്തുവിന്റെ സ്വഭാവം. അത് നമുക്കറിയാൻ പറ്റും ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചത് എപ്രകാരമാണെന്ന്. ക്രിസ്തുവിനെ അറിയാത്തൊരു വ്യക്തി എന്ന് വെച്ചാൽ കാണുന്നതല്ല പറയുന്നത്, പക്ഷേ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാത്തതും അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് അറിയാത്തതുമായ മനുഷ്യർ വളരെ ചുരുക്കമാണ്. അപ്പൊ ആ ഒരു ക്രിസ്തുവിന്റെ സ്വഭാവത്തെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. പക്ഷെ വചനത്തിലേക്ക് കിടക്കുമ്പോൾ മാത്രമാണ് ക്രിസ്തുവിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ സ്വഭാവത്തെ മറ്റുള്ളവരോട് കാണിച്ചൊരു വെളിച്ചം കൊടുക്കുന്നവരായിരിക്കും ഓരോ ക്രിസ്ത്യാനിയും. അപ്പൊ മറ്റുള്ളവർ പറയും മറ്റുള്ളവരിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്, ഇവരുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്, ഇവരുടെ സംസാരത്തിൽ വ്യത്യാസം. അവിടെയാണ് നമ്മളെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ചിലപ്പോൾ എല്ലാവരും വചനം വായിക്കും. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞാലും, അല്ലെങ്കിൽ ക്രിസ്തു ഒരു ശിശുവായി ജനിച്ചു, ക്രിസ്തു മരിച്ചിട്ടുണ്ട്, ഇത്രയും മാത്രമേ അറിയുന്ന മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളത് ഭൂരിപക്ഷവും. അല്ലെങ്കിൽ അവർ ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിഞ്ഞവരായിരിക്കില്ല. പക്ഷെ നമ്മളിൽ കാണുമ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു ക്രിസ്തുവിലേക്ക് ചേരുന്ന അല്ലെങ്കിൽ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ആയിക്കഴിഞ്ഞ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ കാണുമ്പോൾ അവർ ക്രിസ്തുവിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കും. അതായത് നമ്മൾ അവിടെ വെളിച്ചമായിട്ട് നമ്മുടെ സംസാരത്തില് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയില് നമ്മൾ മറ്റൊരിൽ നിന്ന് ഒരു വിളക്കായി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രകാശമായിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ അവിടെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കും. നമ്മൾ വാക്കുകൾ കൊണ്ട് സംസാരിക്കും, നമ്മുടെ ജീവിതം കൊണ്ടായിരിക്കണം പുതിയ നിയമപ്രകാരം ഒരു ആത്മീയ മനുഷ്യന്റെ നിലവാരത്തെ കാണിച്ചു കൊടുക്കുക. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, യഥാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിനാണ് നമുക്കൊരു പുതിയ ഹൃദയം തന്നിരിക്കുന്നത്. അവിടെ അശുദ്ധിയെ നീക്കം ചെയ്തുകൊണ്ട് വിശുദ്ധമായിട്ട് ജീവിക്കാനാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആത്മാവിന് സത്യത്തിൽ ആരാധിക്കുന്ന മനുഷ്യരെ മാത്രമാണ് ദൈവം അന്വേഷിക്കുന്നത്. അതാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു കാതലായ കാര്യത്തെ മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ ദൈവിക ആരാധന അല്ലെങ്കിൽ ഒരു പ്രാകൃത മനുഷ്യൻ ആത്മീയ തലത്തിലേക്ക് എങ്ങനെയാണ് ദൈവം പടിപടിയായി കൊണ്ടുവന്നത് എന്നുള്ളത് ചിന്തിക്കാൻ തക്കവണ്ണം നമ്മൾ നോക്കിയത്. അതോടൊപ്പം തന്നെ ഈ ഒരു മെയിൻ ആയിട്ടുള്ള കാതൽ നിങ്ങൾ വചനത്തിൽ നിന്നും കൂടി പരിശോധിച്ച് നിങ്ങളെ തന്നെ ഇന്നേ സമയമുള്ളൂ, നാളെ നമുക്കുണ്ടോ എന്നറിയത്തില്ല, അടുത്ത നിമിഷം നമുക്കുണ്ടോ എന്നറിയില്ല. ഇത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ തന്നെ പരിശോധിക്കുക. ആരെങ്കിലും തുടർന്ന് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നതുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പറുണ്ട്, നമുക്ക് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. നമുക്ക് കൂടുതൽ വചനം ഇതിൽ നിന്നിരുന്ന് പഠിക്കാനും നമുക്ക് സഹായകരമായിരിക്കും. ഓക്കെ, അപ്പം നമ്മളെ തന്നെ പരിശോധിക്കുക. താങ്ക്